ഇലക്ഷൻ പരിതാപങ്ങൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അടുത്തതായി ADMK ഫണ്ട് ചെയ്ത് കാർത്തി അവതരിപ്പിക്കുന്ന നാടകം വാ വാത്തിയാർ. ട്രെയിലർ തന്നെ പരിപ്പോടെ ഫീലായിരുന്നു. എന്നാൽ ഇന്നലെ മുടിഞ്ഞ പോസിറ്റീവ് PR ആയിരുന്നു എന്ന് ഇന്നല്ലേ മനസ്സിലായത്. അസഹനീയം ഈ അപരാധം. ആകെയുള്ള വിഷമം ആക്ടിങ്ങിൽ അന്യായ കാലിബറുള്ള കാർത്തിയെയും സത്യരാജിനെയും പിടിച്ച് കോലം കെട്ടിച്ചു എന്നതാണ്. MGR ഫാനായ താത്ത രാജ്കുമാർ പേരനെ MGR ആക്കി വളർത്തുന്നു. അവൻ നെഗറ്റീവ് ചെയ്ത് നമ്പിയാറാകുന്നു. സത്യം പറഞ്ഞ് താത്ത ചാകുന്നു. അപ്പോൾ MGR അവതരിക്കുന്നു. അനീതികൾക്കെതിരെ പൊരുതുന്നു. ഫാൻറ്റസി ആണേ പോലും ഇമാതിരി ഹൂമ്പി എഴുത്ത് ആദ്യം കാണുകയാണ്. MGR കാലമെല്ലാം തിരുമ്പ വരുമാ, അതുമാതിരി തലൈവറെല്ലാം ഇനിമേ വരാത്. ഇതാണ് ഇവർ പങ്കിടുന്ന ആശയം. ഇവന്മാരുടെ പുളിച്ച ഫാൻറ്റസി മനസ്സിലാകാത്തവർക്കായിട്ട് പറയാം. നമ്മുടെ പൃഥ്വിരാജോ നിവിനോ ടോവിനോയോ പ്രേം നസീറായി അവതരിച്ചാൽ എന്താകും അവസ്ഥ? ഫാൻറ്റസിക്കൊക്കെ ഒരു ലിമിറ്റ് വേണ്ടേ? സത്യരാജിൻ്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് വില്ലൻ നായിക കൃതി ഷെട്ടി എന്തിനായിരുന്നെന്ന് അവർക്ക് പോലും അറിയില്ല. MGRനും ജയലളിതയ്ക്കും ശേഷം കോമഡി പീസായ പാർട്ടി വീണ്ടും MGRനെ ഓർമ്മിപ്പിച്ചത് എന്തിനായിരിക്കും? വിജയൊന്നും അങ്ങനെ ആവില്ല എന്നതായിരിക്കാം. ഫണ്ടിങ് പാർട്ടിയാണേലും ജയലളിത ഉണ്ടായിരുന്ന ആദ്യം പടവും ബാൻ ചെയ്ത് കാർത്തിയുടെ വരെ കരിയർ തീർത്തു വിട്ടേനെ. അല്പം ക്രൂരമാണേലും ഇമാതിരി കാട്ടായമാണ്. അങ്ങനെങ്ങാൻ പുള്ളിക്കാരി ഉണ്ടായിരുന്നത് നല്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. കാർത്തി ഇമിറ്റേറ്റ് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ബട്ട് നമുക്കൊന്ന് കണ്ടിരിക്കാൻ പറ്റണ്ടേ? ക്ലൈമാക്സ് ഒന്നും വേണ്ട, ഇറങ്ങി ഓടിയേക്കാമെന്ന അവസ്ഥയായിരുന്നു. പാണ്ടിപ്പടം എന്ന് അവഹേളിച്ചുകൊണ്ടിരുന്ന ഇൻഡസ്ട്രി കോളിവുഡായി പടർന്ന് പന്തലിച്ചത് ഒരു ഇലക്ഷൻ കാരണം ഇവന്മാർ പൂട്ടിക്കെട്ടിവിടുന്ന അവസ്ഥയാണ്. ഇപ്പോഴും ഈ സിനിമകളൊക്കെ കണ്ട് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആളുകളുണ്ടെന്ന് ഇവർക്കും അറിയാം. ഇലക്ഷൻ കഴിയുന്നവരെ ഒളിച്ചുകടത്തും സ്ട്രേറ്റ് അറ്റാക്കും കാണാനാണ് നമ്മുടെയൊക്കെ വിധി.